ആറ്റിൽ നിന്ന് നമുക്ക് കക്ക വാരിയാലോ? ഞാനല്ല കേട്ടോ, എൻ്റെ മാമൻ്റെ മോനും അവരുടെ മാമൻ്റെ മോനും കൂടാണേ വാരുന്നത്. അപ്പോൾ ഈ രണ്ട് കുളിക്കുന്ന ആൾക്കാർ കണ്ടോ, കക്ക വാരുന്നതിന് ഞങ്ങൾ സപ്പോർട്ടായിട്ട് കൂടെ വന്നതാണ്. പക്ഷേ ഇവർ 4 പേരും ഇറങ്ങിയും കുളിച്ചു. 4 അല്ല, ഒരാളും കൂടെ ഉണ്ട്. ഞാനും മാളുവും മാത്രമേ കരയിലിരിപ്പുള്ളൂ, ബാക്കി എല്ലാവരും വെള്ളത്തിൽ കിടന്ന് കളിയാണ്. പിന്നെ പറയാനുള്ളത് നിച്ചിയുടെ കാര്യമാണ്. സുധീഷ് മാക്സിമം നിച്ചി എടുത്തുകൊണ്ട് നീന്തിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നിച്ചിക്ക് പേടിയാണ് വെള്ളം, പണ്ടേ നിച്ചിക്ക് വെള്ളം പേടിയാണ്. അവൻ കൈ കടത്തി നോക്കുന്നു, എടുത്തുകൊണ്ട് പോകുന്നു, വെള്ളത്തിൽ മുക്കാൻ നോക്കുന്നു, എന്നിട്ടൊന്നും നിച്ചി എടുക്കുന്നില്ല. ഇതൊന്നും മൈൻഡാക്കാതെ ഒരാൾ കാര്യമായിട്ട് തോണ്ട ഒരു ചരുവത്തിൽ കക്ക വാരി വാരി ഇടുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഒരു കറിക്കുള്ള കക്കയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നാണെങ്കിൽ എന്താ പറയേണ്ടത്, ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരു രസം. വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുക, നടക്കുക. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കക്ക വരുന്ന ഞാനങ്ങനെ ഇതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇവരോടെ പോയി കാണുന്നത്. കക്ക നമ്മളിങ്ങനെ എല്ലാം പീലെല്ലാം ചെയ്ത് കറക്റ്റ് അതിൻ്റെ ഇറച്ചി മാത്രമല്ലേ നമുക്ക് കിട്ടുന്നത്. അത് വാരുന്നവരുടെ കഷ്ടപ്പാട് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. എത്ര പ്രാവശ്യം, അതും ചെളിയുള്ള വെള്ളത്തിലാണ് നമ്മൾ മുങ്ങേണ്ടത്. ചെളിയുള്ള വെള്ളത്തിൽ മുങ്ങി വേണം കക്ക എടുക്കാൻ. നോക്കി, ആ വെള്ളമെല്ലാം കലങ്ങി അടിച്ച് കിടക്കുക, അന്നേലും കയറത്തില്ല. വെള്ളം കണ്ട സന്തോഷത്തിൽ ഇതിങ്ങൾ രണ്ടും ഭയങ്കര കളിയാണ്. അതുകൊണ്ട് അമ്മയെ എടുത്തുകൊണ്ട്, കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മ വരുന്നുണ്ട്. അത് ഇവർ 5 പേര് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കക്കയൊക്കെ കിട്ടിയിട്ടുള്ളൂ. അതെല്ലാം ഞങ്ങൾ പുഴുങ്ങി വേവിച്ച് എടുത്തിട്ട് വേണ്ട കുറച്ച് ഒരു കറിക്കുള്ള കക്ക ഇറച്ചി. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ.